ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിത് മോർണിംഗ് മുതൽ ലഞ്ച് വരെ എന്തൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ കാര്യങ്ങളെത്താണ് സൂപ്പർ മാർക്കറ്റിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് മല്ലിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി കുറച്ച് നേരം വാറ്റ് വെച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഒരു വീടുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന കരുതി ഞങ്ങളുടെ അവിടെ ഇടാൻ ഒരു നമ്മളിങ്ങനെ ഓപ്പണായിട്ടൊരു മുകളിലൊരു ഭാഗവും ഇല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അവിടെ, അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിടാൻ പോവാണ് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെയിൽ ഒരു പ്രാവശ്യമൊക്കെ മല്ലി ഇങ്ങനെ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും. ഇപ്പം ഞാൻ സൂം ചെയ്യണുണ്ടോ, അവിടെ ഒരു സ്റ്റെപ്പ് കണ്ടോ, ആ ഒരു ഭാഗമാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അവിടെ മരങ്ങളുകൊണ്ടൊന്നും കാണില്ല. പിന്നെ ഈ വീടിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയാണ്, നീളത്തിൽ ഇങ്ങനെ മുകൾക്ക് ഫുള്ള് പാറയാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ മല്ലിയൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. അപ്പം ഇന്ന് ഉച്ചക്കൊക്കെ പൂരിയായിരുന്നു, പിന്നെ സാമ്പാർ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞങ്ങൾ അവിടേക്ക് മോൾക്കിടാൻ പോയപ്പോൾ എൻ്റെ അനിയനെടുത്ത വീഡിയോ ആണ് കേട്ടത്. സാമ്പാർ ഇവിടെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വെച്ച സാമ്പാറായിരുന്നു. പിന്നെ ഭൂരിയും സാമ്പാറും അതങ്ങനെ കഴിച്ചു. രാവിലെ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് കോളിഫ്ലവർ തോരൻ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ അതും സാമ്പാറൊക്കെ ആയിരിക്കും. അതാണ് അപ്പം ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അത് ബൗളിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ചെയ്യുന്നത്. വെന്ത് വന്ന കോളിഫ്ലവർ ഇതേമാതിരി ഊറ്റി മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് നല്ല രീതിക്ക് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു 2.5 സവോള നല്ല രീതിക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞതുണ്ടാവില്ലേ, അത് അതിലേക്ക് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വേഗം നിന്നത് വഴറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. ഇത് കുറച്ചിന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മളെടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ചിട്ടിട്ടാൽ മതി കേട്ടോ, ഗരം മസാല. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2
പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളവിടേക്ക് മാറ്റി വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇനി അതിൽ മഞ്ഞൾപ്പൊടിയുടെ കുറവൊക്കെ തോന്നുകയാണ്, കളർ അത്രയ്ക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇനിയും കുറച്ചും കൂടി ഇട്ടൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല രീതിക്ക് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തേങ്ങ അതിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, പിന്നെ വേണ്ട തേങ്ങ ഇഷ്ടമല്ല വേണ്ടാത്തവർക്ക് ഇനി തേങ്ങ ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ ഉള്ളവർ തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ കോളിഫ്ലവർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തേക്ക് മീൻ പൊരിച്ചതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറ്, തോരൻ, മീൻ പൊരിച്ചത് ആണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.